ഹായ് ഹലോ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സുഖമായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുന്നെന്ന് വിശ്വസിക്കണോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കാണുന്ന കൂട്ടുകാരുടെ അത്രയൊന്നും ലൈക്കൊന്നും നമുക്ക് വരുന്നില്ല, അതുപോലെ കമൻസും വരുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാ കൂട്ടുകാരും കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇപ്പം നമ്മുടെ എന്താ പറയുക, ഫാമിലിയിലേക്ക് കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ. ലൈവ് തുടങ്ങിയതിന് ശേഷം കുറേ കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും ഇഷ്ടവുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇഷ്ടൂൽ ഉരുളക്കിഴങ്ങും സവാളയും കൂടി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിരിക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മളെ തേങ്ങ ഫ്രിഡ്ജിൽ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ടും കുറ്റിയിൽ പുട്ടൊക്കെ ഇട്ടിട്ട് ഇത് 20 മിനിറ്റ് നനച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പുട്ടുപൊടി എന്താ പറയുക, ചെറു ചൂട് വെള്ളത്തിലാണ് ഈ പൊടി കുഴച്ച് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊരു ഐഡിയയും കൂടി ഉണ്ട് കേട്ടോ. തേങ്ങ ഉപയോഗിക്കാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഉണ്ടല്ലോ, ആ കറിവേപ്പില നമുക്ക് ഇതിൻ്റെ ഓരോ പുട്ടിൻ്റെ പീസ് ആക്കിയിട്ട് എടുക്കണ സ്ഥലമല്ലേ, നമ്മളിപ്പോൾ നാളികേരം വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ കറിവേപ്പിലയുടെ ഇല പൊട്ടിച്ചിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാനൊരു ദിവസം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ മുന്നേ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുക. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് നല്ല രീതിയിൽ, അതായത് നമ്മുടെ നാടൻ കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നാമത്തൊക്കെ കഴിഞ്ഞു, രണ്ടാമത്തൊക്കെ വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പുട്ടുംപാനിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇന്ന് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ പച്ചരിപ്പൊടീൻ്റെ ദോശയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ വേണ്ട പുട്ടുപൊടി ഉണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച പാക്കാണ് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ അത് എടുക്കാമെന്ന് വിചാരിച്ച് അത് ഇങ്ങനെ എടുത്തതാണ്. പിന്നെ അത് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത ചെമ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ അവിടെ ചെമ്പിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അരിയൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ പണികൾ അങ്ങനെ തീർത്ത് വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അടുത്തത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാതെ തന്നെ അടുത്തത് അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാണ് അരിയൊക്കെ ഇട്ട് വെക്കുന്നത് കേട്ടോ. പച്ചരി വേറെ ചക്കരി വേറെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഷ്ടൂലിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊരു മിക്സിയിലെ ജാറിലേക്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെയാണ് തേങ്ങയുടെ പാല് എടുക്കുന്നത്. അല്ലാതെ നമ്മൾ പിഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികം പാലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഇന്നലെ രാത്രി ഞാൻ പയറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാടൻ പയറാണ്. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി തണുപ്പ് പോകാൻ വേണ്ടി എടുത്തു കൊടുക്കുക. അപ്പോഴേക്കും എപ്പിസോഡിൽ നിന്ന് കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ഊറ്റിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്, പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊരു തുണിയിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് പിന്നെ ചെറിയ അരിപ്പയാണ് കേട്ടോ. വലിയ അരിപ്പയാണെന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ ഉള്ളത് എടുത്തിട്ട് അങ്ങോട്ട് വെച്ചു, അങ്ങനെയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നും കൂടെ ആ അരച്ച നാളികേരത്തിൽ ഒന്നും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ആ പാലും കൂടി ഒന്ന് എടുക്കണുണ്ട്. ഒന്നാം പാല് രണ്ടാം പാല് എന്നൊക്കെ പറയണ മാതിരി തന്നെ ആണ് ഇതും. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണുണ്ട് കേട്ടോ. നന്നായിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ അരച്ചിരിക്കുന്ന ചണ്ടി ആയാലും പിന്നെ അതുപോലെ നമ്മൾ അരയ്ക്കാതെ എടുക്കണ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം അതിൻ്റെ ചണ്ടി ആയാലും നമ്മൾ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സമയം കൊണ്ട് നമ്മളെ ഉരുളക്കിഴങ്ങും സവാളയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇടാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ഒന്നും ഇട്ട് കൊടുത്തില്ല. പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണില്ല കേട്ടോ. നന്നായിട്ട് തിളപ്പിക്കുക, അതൊന്ന് തിള വരുന്ന ആ ഒരു സമയം കൊണ്ട് അത്ര നേരം നമ്മൾ വെക്കുന്നുള്ളൂ.
അങ്ങനെ ദേ അപ്പോഴേക്ക് ഇതേ പുട്ടുന്ന് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ മുകൾ ഭാഗത്ത് കൂടി അടിഭാഗത്ത് കൂടി ഒക്കെ ആവി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ആ കറി അങ്ങോട്ട് ആയ ഒരു സമയം കൊണ്ട് നമ്മളിതേ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ ഇവിടെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളക്കിയതിൻ്റെ മുന്നേ തന്നെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ അതും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ പുട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുട്ട് നമ്മൾ മാറ്റി കൊടുക്കാം. പുട്ട് ദേ നമ്മളിങ്ങനെ എടുക്കണുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലുള്ളത് സ്റ്റീലിൻ്റെ പുട്ടിൻ്റെ കുറ്റിയാണ് കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറ്റിയാണ്. അത് ഇതിനേക്കാളേറെ നല്ല വണ്ണത്തിലുള്ള പുട്ടും കുറ്റിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് വണ്ണം കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക 1-2 കഷ്ണമൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ മതിയാവില്ല കേട്ടോ. സാധാരണ മറ്റേ നല്ല വണ്ണമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് തന്നെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കാൻ മാത്രം ഉണ്ടാവും. അപ്പോൾ ഇത് അതൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അരിയൊക്കെ ഒന്ന് കഴുകി അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ അടുത്ത പുട്ടും കുറ്റി ഒക്കെ നിറച്ച് റെഡിയാക്കിയിട്ട് അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ 2 കുറ്റിയുടെ ആവശ്യമുള്ളൂ, എന്നാൽ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. രാവിലെ തന്നെ പുട്ട് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കഷ്ണം പോലും ബാക്കി ഉണ്ടായിരുന്നില്ല. സാധാരണ ബാക്കി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ ആ പുട്ടും ആയിട്ടുണ്ട്. പിന്നെ അതും കൂടെ നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ആ പുട്ടും കുറ്റി ഇനി ഏതായാലും നമുക്ക് വെക്കാനില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 കുറ്റിക്ക് കണക്കാക്കിയിട്ട് നമുക്ക് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് കഴുകാൻ വേണ്ടി അപ്പം തന്നെ അങ്ങോട്ട് മാറ്റി വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയണ്ടേ കൂട്ടുകാരേ, നമ്മൾ പയറെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പയർ കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ പയറിട്ട് കൊടുത്ത് അങ്ങനെ ഉപ്പിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ ചില സമയങ്ങളിൽ ഞാൻ നാളികേരം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാറുണ്ട് ചതച്ചിട്ടിട്ടോ. ഇതിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ മക്കൾ വേണ്ടാന്നാണ് പറയണത് വെച്ചാൽ പിന്നെ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. അപ്പോഴേതേ നമ്മളെ പയറൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട്. പിന്നെ അതേ ചക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചക്ക അതിൽ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൽ 2-3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നും അങ്ങോട്ട് വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ആ ഒരു സമയം കൊണ്ട് നമ്മൾ പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഉടഞ്ഞു പോയി ഞാൻ പുട്ടെടുത്ത സമയം കൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പുട്ടും ഇഷ്ടവും കഴിക്കാം നമുക്ക് അല്ലേ. അപ്പോൾ അതേ പിന്നെ അതിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. ആ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ അതുപോലെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ചാനലുള്ളവർ ഇല്ലാത്തവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലുള്ള കൂട്ടുകാരുടെ എല്ലാ വീഡിയോസൊന്നും എനിക്ക് കാണാൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ബിസിയും കാര്യങ്ങളും ഫോണിൻ്റെ കാര്യങ്ങളല്ല, അപ്പോൾ ചാർജിൻ്റെ പ്രശ്നം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായത് കാരണം എനിക്ക് എല്ലാ കൂട്ടുകാരുടെ വീഡിയോസൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2-3 കൂട്ടുകാരുടെ വീഡിയോസൊക്കെ അങ്ങനെ ഓരോ ദിവസം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിനായിട്ടിരുന്ന് എല്ലാ കൂട്ടുകാരുടെ വീഡിയോസ് പ്ലേ ചെയ്യാറുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കൂട്ടുകാരോടും എന്നിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോസ് കാണാതിരുന്ന ആ ഒരു ടൈമിൽ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട്. ആത്മാർത്ഥമായിട്ടാണ് അവർ സപ്പോർട്ട് ചെയ്യണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ കണ്ടില്ല എന്ന് വെച്ചിട്ട് എൻ്റെ വീഡിയോസ് കാണാതിരുന്നിട്ടില്ല, കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ സാഹചര്യങ്ങൾ കാരണം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തേങ്ങ അരയ്ക്കുന്നുണ്ടായിരുന്നു. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്കയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് തേങ്ങ പൊളിച്ച് കൊണ്ടുവന്നിട്ട് 2 പൊളിച്ച് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം അതിൽ നിന്ന് ഒരു മുറിയെ നമ്മൾ ചക്കയിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണുള്ളൂ. ബാക്കി മുറി നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു. ഈ ആവി വരുന്ന വെള്ളം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ട് അടച്ച് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ അടപ്പിൽ വരുന്ന ആ വെള്ളം വേറെ എവിടേക്കെങ്കിലും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിലത്തായാലേ ആ പൂസൊക്കെ വഴുക്കി വീഴുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വേഗം അങ്ങോട്ട് ഒഴിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അത് തുടച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ തേങ്ങയിലേക്ക് ഉള്ളിയും ജീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് ഊറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ചായച്ചെമ്പിലാണ് നമ്മൾ ചോറ് ഊറ്റി വയ്ക്കാറുള്ളത് കേട്ടോ. ഇതാകുമ്പോൾ കറക്റ്റായി നിന്നോളും, അങ്ങനെ ഇളകി പോകുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടില്ലേ, എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ മനുവിനെ ബസ് കയറ്റി വിടാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ
സ്കൂളിലേക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാഗൊക്കെ എടുത്തിട്ട് അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മനുവിനെയൊക്കെ ബസ് കയറ്റി വിട്ടുകൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് അംഗനവാടിയിലേക്ക്. അപ്പൂസിനെയും കൊണ്ട് ഞാൻ അംഗനവാടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടൈമിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ. സാധാരണ അംഗനവാടിയിൽ അമൃതം പൊടി വാങ്ങിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം 2-3 മാസമായിട്ട് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ അംഗനവാടിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അകത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഞങ്ങളിത് നേരത്തെ 9:45 ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് അംഗനവാടിയിൽ. അപ്പോൾ 2-3 കുട്ടികളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആൾ നേരെ ഊഞ്ഞാലിലൊക്കെ കയറി ഇരുന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് പിന്നെ ആളുടെ മൂടൊക്കെ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആകെ പണി കിട്ടും. അപ്പോൾ അങ്ങനെ അതിനൊന്നും നിൽക്കാതെ ഞാൻ അങ്ങനെ പുറത്തൊക്കെ കളിച്ചു കേട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അംഗനവാടീൻ്റെ ഉള്ളിലേക്ക് ആൾ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഒക്കത്തിരിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച മാതിരി ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താകും നാളെ കൊണ്ടുപോകുമ്പോൾ എന്നൊന്നും അറിയില്ല. ഇപ്പം ഞാനവിടെ ഉള്ള ധൈര്യത്തിലായിരിക്കും ചിലപ്പോൾ ഈ കളിയും കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആൾ കസേരയൊക്കെ റെഡിക്ക് വെക്കുകയാണ് കേട്ടോ പോയിട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ അതൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വന്നൊരു ടൈമിൽ അപ്പൂസിൻ്റെ ബാഗ് എടുത്ത് തോളത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ അപ്പോഴേക്ക് ടീച്ചർ കളിപ്പാട്ടങ്ങളൊക്കെ എല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ വരുന്നതിനനുസരിച്ച് കളിപ്പാട്ടങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കും. കുറേ കുട്ടികളുണ്ടെങ്കിൽ കുറേ കളിപ്പാട്ടങ്ങൾ എടുക്കും. അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് അപ്പൂസ് കുറേ കട്ടകളൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഒരു മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കണം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പൂസ് കളിക്കുന്നുണ്ട്. ഞാനുള്ള ധൈര്യത്തിലുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കുറേ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കുട്ടികൾ കരയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസ് നോക്കിയിട്ട് പണി ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആളെ ഇത്ര പെട്ടെന്ന് കൊണ്ടുവരാതിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂസ് കളിക്കുന്നുണ്ട്. കുതിരപ്പുറത്തിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കുതിരയാണോ എന്താണോ സംഭവം, ഇങ്ങനെ ആടുന്ന സംഭവം പണ്ട് മുതലേ അംഗനവാടിയിലുള്ളതാണ് കേട്ടോ. ഞാനും കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മരത്തിൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. മരത്തിൻ്റെ ഒരു കുതിരയാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കുതിരയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 12 മണിയായപ്പോൾ തിരിച്ചു പോന്നു കേട്ടോ. ചോറുണ്ണതിന് മുന്നേ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു പണി എന്താണെന്ന് പറയാം നിങ്ങൾക്ക്. ഞാൻ അംഗനവാടിയിൽ നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് പോയിരുന്ന ആളല്ല. അപ്പോൾ നമ്മൾ ചക്ക കുക്കറിൽ വെച്ചതിന് ശേഷം വിസിലൊക്കെ അടിച്ച് വെന്തതിന് ശേഷമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ കിടന്നിട്ട് തണുത്തില്ലേ. അങ്ങനെ ആ ഒരു ടൈം ആയപ്പോഴേക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ഞാൻ ആദ്യം അരച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പൂസ് ഉറങ്ങിയിട്ടോ. വന്നൊരു ടൈമിൽ തന്നെ അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് അപ്പൂസിന് ശർക്കര മിഠായിയൊക്കെ കിട്ടി, കടല മിഠായിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ചോറുണ്ണതിന് മുന്നേ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചക്കയിലേക്ക് ഒന്ന് തിളയ്ക്കണം ഇനി കേട്ടോ. അതാകെ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. ഒരു രണ്ടാമതായിട്ട് വേണം. അപ്പോൾ അങ്ങനെ അത് അവിടെ ഓണാക്കി വെച്ചിട്ട് ഞാനിത് 2-3 മുട്ട എടുത്തിട്ട് വറക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുട്ടയൊക്കെ എടുത്തിട്ട് വറക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അപ്പൂസനെ ഞാൻ വേഗം കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നിർത്തണം എന്ന് വിചാരിച്ചിട്ട് പോകുന്നതല്ല. പിന്നെ ആൾക്ക് സംസാരത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അധികം കരയിപ്പിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റ് ദിവസം പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് നിർത്തി പോരാനും വയ്യ. പിന്നെ അവന് കുറേ കുട്ടികളായിട്ട് കളിച്ചുള്ള പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വേറെ കുട്ടികളായിട്ട് കളിച്ചിട്ടുള്ള ഒരു പരിചയമില്ല, വേറെ എവിടെയും പോയിട്ടില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വിചാരിച്ച ആ ഒരു ടൈമിൽ ആളെ നിർത്തി പോരാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഒരു 2-3 ദിവസം നമ്മൾ കൊണ്ടുപോയിട്ട് ഒന്ന് പരിശീലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആൾ കുറച്ച് നേരം ഒന്ന് നിർത്തിയാലും ഒറ്റയ്ക്ക് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ആ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കുരുമുളക് വിതറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആരും കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി എടുക്കാത്തത്. ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ അതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് കലക്കിയിട്ട് ഒന്നിച്ചാക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ നിർത്തിയതാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ അങ്ങനെ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഞാൻ തുണിയൊക്കെ എടുത്തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നൊരു സമയത്താണ് ഇത് കണ്ടത്. അപ്പോൾ ഈ ഒരു പ്രാണീനെ ഞാൻ ചെറിയ കുട്ടിയാവണ സമയത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ പൊന്മാനോ അങ്ങനെ എന്താണ് പേര് പറയാറുണ്ടായിരുന്നത് കേട്ടോ. ഇത് പല കളറിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ചെറുതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറേ ആയി നോക്കണു ക്ലിയർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറാണ്. അങ്ങനെ പല കളറിലുള്ള സംഭവത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ എടുക്കുകയായിരുന്നു കേട്ടോ. പാറി പോണൊരു ജീവിയാണ് കേട്ടോ. അപ്പോൾ അത് അറിയുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന്
കമൻറ്റ് ചെയ്യണേ. പിന്നെ അതേ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാകെ വലിച്ച് വാരി ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ എടുത്ത് വയ്ക്കുക, വീണ്ടും വലിച്ചു വാരിയിടുക, വീണ്ടും എടുത്ത് വയ്ക്കുക, അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പരിപാടികൾ. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാവും. ഞാൻ അതുകൊണ്ട് ആരും എന്നെ ഇട്ട് എന്താ പറയുക ചെണ്ട കൊട്ടാൻ വരരുത്. അപ്പം അങ്ങനെ അത് ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വിളക്ക് കാണിക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് അപ്പൂസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ബാഗ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മീനൊക്കെ വറുക്കുകയാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ മീൻ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു മീനും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ദേ കാണുന്ന സംഭവം എന്താണെന്നറിയാമോ? മനു എഴുതാനും വായിക്കാനും വേണ്ടി ഇരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പൂസും കൂടെ അവൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ട് എഴുതാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവന് എഴുതാൻ കഴിയുന്നുണ്ടായില്ല, പക്ഷെ അപ്പൂസ് നീക്കണമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഫോണൊക്കെ എടുത്ത് കൊണ്ടുവന്നപ്പോഴേക്കും ആൾ എണീറ്റു കേട്ടോ. അപ്പോൾ അതാണ് ഉണ്ടായത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല രസമുണ്ടായിരുന്നു സംഭവം കേട്ടോ. പിന്നെ അതേ ആൾ വേഗം ഇപ്പോഴത്തെ സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ആൾക്ക് പേനയും ബുക്കൊക്കെ വേണമെന്ന് പറയാൻ കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട്. മനു എഴുതണ കണ്ടിട്ട് അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് പേന വേണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനു ആണെങ്കിൽ പേന കൊടുക്കണമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അപ്പൂസ് എല്ലാ പേനയും മനുവിൻ്റെത് ഒക്കെ എങ്ങനെ എന്താ പറയുക കുത്തി കേടെടുത്തോട്ടെ ലാസ്റ്റ് മനു കൊടുക്കാതെ ആയിട്ടുണ്ട് കേട്ടോ പേന. അപ്പോൾ ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്നുള്ളത് ഇങ്ങനെ തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ് മനു. അങ്ങനെ ലാസ്റ്റ് ഇത് അപ്പൂസിന് ഒരു ബുക്കും പിന്നെ അതുപോലെ സ്കെച്ച് പേനയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയം അപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് എന്തോ മനുവിന് കേട്ടോ എന്തൊക്കെയോ ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പൂസും ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അതേപ്പോഴേക്ക് നമ്മളെ മീനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം അപ്പൂസിനെ മേലൊഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമശിവായ എല്ലൊക്കെ കഴിഞ്ഞിട്ടാണ് എഴുതാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.